എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങ് തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജനാധിപത്യം തിരഞ്ഞെടുത്തയച്ച മന്ത്രിസഭയും ഭരണഘടന കാവൽ നിൽക്കാൻ നിയോഗിക്കപ്പെട്ട ഗവർണറും തമ്മിൽ ഇതിനു മുൻപ് ഒരുപാട് തവണ കൊമ്പ് കോർത്തു. അപ്പോഴൊക്കെ കേരളം സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത നിയമയുദ്ധങ്ങൾക്കൊക്കെയായിരുന്നു. കയ്യിലിരിക്കുന്നത് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന രേഖ. മുന്നിലിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിധി തന്നെ നിശ്ചയിക്കുന്ന സഭാ അംഗങ്ങൾ. അപ്പോൾ ഗവർണറുടെ കയ്യിലിരിക്കുന്നത് കേവലം ഒരു കടലാസ് കഷ്ണം മാത്രമായിരിക്കുമോ? അതോ തൻ്റെ പദവിയുടെ കരുത്ത് പരീക്ഷിക്കുന്നതിനുള്ള ഒരു ആയുധമായിട്ടാണോ അത് ഉപയോഗിക്കേണ്ടത്? ഭരണഘടനയുടെ 176 ആർട്ടിക്കിൾ ഗവർണർക്ക് നൽകുന്നത് ഒരു റീഡറിൻ്റെ റോളാണോ? അതോ ഒരു തിരുത്തൽവാദിയുടേതാണോ? ഗവർണർ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളൊക്കെ വായിക്കാതെ വിടുമ്പോൾ അത് സഭയോടുള്ള അവഹേളനമാണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നേക്കാം. സഭയുടെ രേഖകളിൽ ഗവർണർ വായിച്ച ഭാഗമാണോ അതോ സർക്കാർ നൽകിയ പൂർണ്ണ രൂപമാണോ ഉൾപ്പെടുത്തേണ്ടതെന്നും ഇന്ന് വലിയ തർക്ക വിഷയമായിട്ടുള്ള ചില സംഗതികളാണ്. സർക്കാരിൻ്റെ നയങ്ങളെ ഗവർണർ വെട്ടിത്തിരുത്തിയാൽ തകരുന്നത് ഒരു പ്രസംഗം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ തന്നെ ആണിക്കല്ലാണ് എന്നുള്ളതാണ്. വാർത്തകളിലെ ആവേശത്തിനപ്പുറം ഈ വിഷയം ചെന്നെത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. ഗവർണർ എന്നത് ഒരു റബ്ബർ സ്റ്റാമ്പ് പദവിയാണോ അതോ ഭരണഘടനയുടെ അന്ത്യശാസനം നൽകാൻ കഴിയുന്ന അധികാര കേന്ദ്രമാണോ എന്നതിലാണ് ഈ ചോദിച്ച അല്ലെങ്കിൽ ഈ എല്ലാ തർക്കങ്ങളുടെയും ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വരികൾക്കിടയിലെ പ്രതിഷേധവും വിട്ടുകളഞ്ഞ വാക്കുകളിലെ രാഷ്ട്രീയവും കീറി മുറിച്ചു പരിശോധിക്കുന്ന പ്രത്യേക വിശകലനത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. അപ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗം എന്നൊക്കെ പറയുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ രൂപരേഖയും വരാനിരിക്കുന്ന പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിലൊക്കെ അത് അവതരിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണെന്ന് എല്ലാവർക്കും അറിയാം. ആർട്ടിക്കിൾ 176 അനുസരിച്ചിട്ടാണ് ഗവർണർ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് എന്നും അറിയാം. ഓരോ വർഷത്തെയും ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടക്കത്തിലാണ് ഇത് നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഗവർണറാണ് എന്നുണ്ടെങ്കിലും മന്ത്രിസഭയാണ് ഈ പ്രസംഗം തയ്യാറാക്കി നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങളും വരും വർഷത്തിൽ അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള പുതിയ പുതിയ പദ്ധതികളുമെല്ലാം ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ സാധാരണയായി സഭാ അംഗങ്ങളുടെയും അതേപോലെ സ്പീക്കറെയും അഭിവാദ്യങ്ങളൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക സാമൂഹിക സാഹചര്യം വിവരിക്കുന്ന ഒരു പ്രത്യേക ഒരു ആമുഖ സെക്ഷനൊക്കെ ഉണ്ടാവും. തുടർന്ന് കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളും പുതിയ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും അതോടൊപ്പം തന്നെ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. സംസ്ഥാനത്തിൻ്റെ സമഗ്ര പുരോഗതിക്കായി എല്ലാവരുടെയും സഹകരണം തേടിക്കൊണ്ടുള്ള ഒരു ഉപസംഹാരം ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറുമുണ്ട്. അപ്പോൾ ഇതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഒരു പൊതുവായ ഘടനയായി നമ്മൾ മനസ്സിലാക്കാനുള്ളത്. സാധാരണ ഗവർണറുടെയൊക്കെ ഒരു പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഭരണകക്ഷി അംഗങ്ങൾ ഒരു പ്രമേയമൊക്കെ അവതരിപ്പിക്കും. ഇതിന്മേൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ദിവസങ്ങളോളം നീളുന്ന ഒരു ചർച്ചയും നടത്താറുണ്ട്. ചർച്ചയ്ക്കൊടുവിൽ മുഖ്യമന്ത്രി മറുപടി നൽകുകയും നന്ദി പ്രമേയം വോട്ടിനിട്ട് പാസ്സാക്കുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഒരു പൊതു രീതി എന്ന് പറയുന്നത്. ഇതിനിടയിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ പ്രമേയം സഭയിൽ പരാജയപ്പെട്ടാൽ അത് സർക്കാരിനോടുള്ള അവിശ്വാസമായി കണക്കാക്കുകയും സർക്കാർ രാജിവെക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരള ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ പല വിഷയങ്ങളിലും കടുത്ത ഭിന്ന അഭിപ്രായങ്ങളുള്ളത് നമ്മൾ കാണുന്നു. 2026 നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി ഈ തർക്കം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ ഇന്ന് കാണുന്ന പോലുള്ള പുതിയ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം അതാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരട് മന്ത്രിസഭയൊക്കെ അംഗീകരിച്ച് ഗവർണർക്ക് അയച്ചപ്പോൾ തന്നെ ഇതിൻ്റെ വിവാദം സ്റ്റാർട്ട് ചെയ്തു. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പാരഗ്രാഫുകൾ വായിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് അപ്പോൾ ഗവർണർ സ്വീകരിച്ചത്. ഗവർണർ മടങ്ങിയതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ഗവർണറുടെ നടപടിയെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് സർക്കാർ വാദിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാണ് രാജ്ഭവൻ പ്രതികരിച്ചത്. മന്ത്രിസഭ നൽകുന്ന പ്രസംഗം മാറ്റം കൂടാതെ തന്നെ വായിക്കാൻ ഗവർണർക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബാധ്യതയുണ്ടോ?
ഗവർണർ വായിക്കാത്ത ഭാഗങ്ങളൊക്കെ ഈ സഭാരേഖകളിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്? അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലമാക്കി നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവർണർ എന്ന പദവിയുടെ പ്രാധാന്യം എന്തെന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾ 163 അനുസരിച്ച് മന്ത്രിസഭയുടെ സഹായത്തോടും ഉപദേശത്തോടും കൂടി വേണം ഗവർണർ പ്രവർത്തിക്കാൻ. നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ നൽകുന്നതാണ്. അത് അതേപടി വായിക്കുവാൻ അദ്ദേഹം തീർത്തും ബാധ്യസ്ഥൻ തന്നെയാണ്. എന്നാൽ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങളൊക്കെ കടന്നു വരുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഗവർണർ വാദിക്കുമ്പോഴാണ് ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാം. സുപ്രീം കോടതിയിലെ ചില മുൻകാല നിരീക്ഷണങ്ങളൊക്കെ പ്രകാരം ഗവർണർ സഭയിൽ ഹാജരായി പ്രസംഗം മേശപ്പുറത്ത് വെച്ചാൽ അത് വായിച്ചതായി കണക്കാക്കാമെന്നും ഇത് ഗവർണർ തൻ്റെ ഒരു പ്രൊട്ടസ്റ്റ്, ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണെന്ന് പാസ്റ്റ് ഹിസ്റ്ററികളിലൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു പാലമായിട്ടാണ് പൊതുവെ ഗവർണർ പ്രവർത്തിക്കുക. എന്നാൽ ഗവർണർ സർക്കാരിൻ്റെ നയങ്ങളോട് വിയോജിക്കുകയും പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് ഫെഡറലിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ആശയത്തിന് തന്നെ വിള്ളലുണ്ടാക്കുന്നു. ഗവർണർ എന്നത് ഒരു നോമിനൽ ഹെഡാണ്. യഥാർത്ഥ അധികാരം നിലനിൽക്കുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയ്ക്ക് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഗവർണറുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പുഞ്ചി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പണ്ടുണ്ടായിരുന്നു. ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് 2007 കേന്ദ്ര സർക്കാർ നിയമിച്ചതാണ് മദൻ മോഹൻ പുഞ്ചി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ. 2010 സമർപ്പിച്ച ഇതിലെ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ സർവകലാശാലകളുടെ ചാൻസലർ പദവി പോലുള്ള ഭരണഘടനാപരമല്ലാത്ത ചുമതലകളിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കണമെന്നും നിയമസഭ അയക്കുന്ന ബില്ലുകളിൽ ഗവർണർ 6 മാസത്തിനകം തീരുമാനങ്ങൾ എടുക്കണമെന്നും രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന സമാന പ്രോസസ്സിൽ ഭരണഘടനാ ലംഘനമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഗവർണറെയും നിയമസഭ വഴി നീക്കം ചെയ്യാനുള്ള, അതായത് ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നൊക്കെയായിരുന്നു ഈ വിധിയിലെ പ്രധാന പരാമർശങ്ങളെന്ന് മനസ്സിലാക്കാം. നിലവിലെ സംഭവ വികാസങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഇങ്ങനെ ഒരു കമ്മീഷനെ പറ്റി കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ടോപ്പിക് ഇതിനകത്തൊക്കെ എടുത്തിട്ടതെന്ന് മനസ്സിലാക്കാം. ഇത്തരമൊരു പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണയായി 2 വഴികളാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ഒന്ന്, ഗവർണറുടെ അധികാര പരിധി നിശ്ചയിക്കാൻ സർക്കാർ കോടതിയെ സമീപിക്കുക എന്നൊരു മാർഗം. രണ്ടാമത്തേത്, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ വേണ്ട രീതിയിൽ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. ഗവർണറുടെ അധികാരങ്ങളും നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇന്ത്യയിൽ പുതിയ സംഭവമൊന്നും അല്ല എന്ന് മനസ്സിലാക്കാം. ഷംഷീർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് വിധിന്യായത്തിൽ ഗവർണർ തൻ്റെ വിവേചനാധികാരം ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളിലും മന്ത്രിസഭയുടെ സഹായത്തോടും ഉപദേശത്തോടും കൂടി മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പരോക്ഷമായി ആ റിസൾട്ടിൽ പറയുന്നു. 2016 അരുണാചൽ പ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കേസുണ്ട്, നബാം റബിയ കേസ് എന്ന് പറയും. അപ്പോൾ ഇത് പ്രകാരം ഗവർണർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിയമസഭാ സമ്മേളനങ്ങൾ വിളിക്കുന്നതിനോ മാറ്റിവെക്കുന്നതിനോ അധികാരമില്ല എന്ന് പറയുന്നു. ഇതിനും മന്ത്രിസഭയുടെ ശുപാർശ വേണമെന്നാണ് ആ വിധിയിലുടനീളം പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ഗവർണർ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളതായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ കോടതി പ്രത്യേക രീതിയിലാണ് നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രസംഗത്തിലെ ഏതെങ്കിലും വരികളോട് ഗവർണർക്ക് വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ സഭയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം സർക്കാരിൻ്റെ തന്നെ ഒരു നാവായിട്ട് പ്രവർത്തിക്കണമെന്നും സ്പീക്കറുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയമൊക്കെ ആയതിനാൽ തന്നെ ഗവർണർ വായിക്കാത്ത ഈ സ്പെഷ്യൽ പാർട്ടുകളൊക്കെ സഭാരേഖകളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഈ കാര്യത്തിൽ പഴയ ഹിസ്റ്ററി വെച്ച് കോടതി നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിന് പുറത്തും ധാരാളം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 1969 പശ്ചിമ ബംഗാൾ ഗവർണർ ധർമ്മവീര സർക്കാർ തയ്യാറാക്കി നൽകിയ പ്രസംഗത്തിലെ കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങൾ വായിക്കാതെ വിടുകയുണ്ടായി. ഇത് വളരെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി. അതേപോലെ 2023 തമിഴ്നാട് ഗവർണർ RN രവി നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി വായിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇതിനെതിരെ അവിടുത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സഭയിൽ വെച്ച് തന്നെ പ്രമേയം അവതരിപ്പിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധികളൊക്കെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ
ഗവർണർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കേണ്ട ഒരു വ്യക്തിത്വമാണെന്ന് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരിൻ്റെ നയങ്ങൾക്കാണ് മുൻഗണന എന്നും നിരീക്ഷിക്കുന്നു. ഗവർണർ അതിന് തടസ്സം നിൽക്കാൻ പാടില്ല എന്നോ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട് എന്നതും അടിസ്ഥാനമായുള്ള വിധികളാണ് കൂടുതൽ പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് എന്ന് കൂടി പറയാം. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാരിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കേസായി വേണം നമുക്കിതിനെ കണക്കാക്കാനുള്ളതെന്ന് പറയാം. ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ആവർത്തിക്കുമ്പോൾ അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്താനും കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു വിധി ആ രീതിയിൽ ഉണ്ടായേക്കാൻ കാരണമാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഗവർണറുടെ നടപടി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് ജനങ്ങൾക്കോ ഭരണകൂടത്തിനോ ഗുണകരമായിട്ടുള്ള ഒരു ഫലം നൽകുന്നില്ല എന്നതാണ് ഇവിടുത്തെ വാസ്തവം. മറിച്ച് ഇത് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നതിന് മാത്രമാണ് ഉപകാരപ്പെടുന്നത് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഗവർണറുടെ നടപടികൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടനാപരമായി സർക്കാരിന് മുന്നിൽ കുറേ ലീഗൽ റെമഡീസ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് തെലങ്കാന, തമിഴ്നാട് സർക്കാരുകളൊക്കെ കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയിട്ടുള്ളതിനാൽ തന്നെ തർക്കങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കാം. അതേപോലെ സഭയ്ക്കുള്ളിലെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം സ്പീക്കർക്കും സഭയ്ക്കുമായതിനാൽ ഗവർണർ വായിക്കാതെ വിട്ടുപോയ ഭാഗങ്ങൾ സഭാരേഖകളിൽ ഉൾപ്പെടുത്താൻ സ്പീക്കർക്ക് റൂളിംഗ് നൽകാമെന്നുമുണ്ട്. ഇതുവഴി സർക്കാർ നയങ്ങൾ ഔദ്യോഗികപരമായി രേഖയിൽ വരികയും ചെയ്യും. അപ്പോൾ ഗവർണറുടെ നടപടിയോട് വിയോജിച്ചുകൊണ്ട് സഭകളിൽ പ്രത്യേക പ്രമേയവും പാസാക്കാം. ഇത് ഗവർണർക്കുമേൽ രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുവാൻ തീർച്ചയായിട്ടും കാരണമാവുകയും ചെയ്യും. ഭരണഘടന അനുസരിച്ച് ഗവർണറെ നീക്കം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. എങ്കിലും ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക്, രാഷ്ട്രപതിക്ക് ഒരു മെമ്മോറാണ്ടം നൽകുവാനൊക്കെ സാധിക്കും. സിമിലർലി ഗവർണറെ കേന്ദ്ര സർക്കാർ തിരിച്ചു വിളിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ വേണമെങ്കിൽ ഒരു പ്രത്യേക പ്രമേയവും പാസ്സാക്കാം. അപ്പോൾ ഇതെല്ലാമാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വഴികളായി കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടമാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വഴി. ഗവർണർ എന്നത് ഒരു സ്വതന്ത്ര അധികാര കേന്ദ്രമല്ലെന്നും മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രം പ്രവർത്തിക്കേണ്ട വ്യക്തിയാണെന്നും കോടതി മുൻപ് പല തവണ വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന് കോടതിയിൽ നിന്ന് ഈ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ തരത്തിലുള്ള കമൻറ്റുകളും ഈ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഇത് സർക്കുലേറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ പരമാവധി ആൾക്കാരിലേക്ക് എത്തിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.